ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതായത് ജാക്ക് ഫ്രൂട്ട് ഫ്രൈ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ 2 ചെറിയ ചക്കയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചക്കയാണോ ചെറുതായിട്ട് വേണമെന്നുള്ളത് അത്ര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളെ വീട്ടിലെ ആൾക്കാർ പോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ചക്കയാട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ചക്ക ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് മൈദപ്പൊടി എടുക്കാവുന്നതാട്ടോ. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, ഗരം മസാല, പെരിഞ്ചീരകം, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതക്കിയതാട്ടോ. ഇത് ഒരു മുട്ടയും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ലെമണും കൂടി ആവശ്യമുണ്ട്. അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോൺഫ്ലവർ ആണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്, ചിക്കൻ മസാല, ഗരം മസാല, പെരിഞ്ചീരകം പൊടിച്ചതാണ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഇതിലേക്കൊരു മുട്ട കൂടി പൊടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി ആട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഉപ്പ് വെള്ളത്തിലേക്ക് കുഴച്ചെടുക്കണം. ഇനി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണേ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ച ചക്ക ആഡ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിനി 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. അതിനുശേഷം നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത്ര വെളിച്ചെണ്ണ എടുത്തിട്ട് അത് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് 2 ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ചക്കകളും ഇങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ നല്ല രീതിക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമാണ് എരിവൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണോ എരിവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ അനിയന്മാർക്കൊന്നും അധികം എരിവൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് എരിവ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ നമ്മൾ കുഴച്ച് വെച്ച എല്ലാ ചക്കകളും പൊരിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ചക്കര നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ.
അത് എങ്ങനെയുണ്ടല്ലോ? സൂപ്പർ. നന്നായി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ചോറിലൂടെ കഴിക്കുന്നവർക്ക് ചോറിലൂടെ കഴിക്കുക, അല്ലാണ്ട് ഇപ്പോൾ സ്നാക്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സന്ധ്യക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാമേ. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒന്ന് റെസിപ്പി ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റിലായിട്ടോ. ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ ഞാൻ വെറുതെ ഇട്ടതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തവർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ട്രൈ ചെയ്ത് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.